ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയാട്ട്. എൻ്റെ പേര് വിസ്മയ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മിക്സ്ഡ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആക്ച്വലി ഞങ്ങൾക്ക് സ്കൂളിൽ സ്പെഷ്യൽ യൂണിഫോം തേഴ്സ്ഡേ ആണ് ഉണ്ടാവാറ്. പക്ഷേ ഇന്ന് വെൻസ്ഡേ ഇടാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് എൻ്റെ മഞ്ഞയാണ്. അപ്പോൾ ഞാനത് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ തല നനച്ചിട്ടില്ല കേട്ടോ. വെറുതെ മെയിൽ മാത്രമേ കഴുകിയിട്ടുള്ളൂ, തല നനച്ചിട്ടില്ല. ഞാൻ കുളിക്കാണ്ട് പോകാറില്ല സ്കൂളിലേക്ക്. അതായത് മെയിലും കഴുകാതെ അങ്ങനെയൊന്നും ഇതുവരെ ഞാൻ സ്കൂളിലേക്ക് പോയിട്ടില്ല. തല കുളിക്കാതെ ഇടയ്ക്ക് പോകാറുണ്ട്. അത് ഇടയ്ക്ക് മടിയാകുമ്പോൾ കേട്ടോ. അത് മാത്രമല്ല, ഇത് പോണിട്ടേലല്ലേ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ മുടി നനയുകയാണെങ്കിൽ തീരെ കെട്ടാൻ വേണ്ടി പറ്റില്ല ശരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തല നനയ്ക്കാത്തത്. സ്പെഷ്യൽ യൂണിഫോം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ തല നനയ്ക്കാറില്ല കേട്ടോ. അത് ആഴ്ചയിൽ ഒരിക്കലും ഉണ്ടാവാറുള്ളൂ. അപ്പം ഞാൻ മുടിയൊക്കെ ഫുള്ള് തുറന്നിട്ടു. എന്നിട്ട് കെട്ടൊക്കെ കളയാണ്, ചെറിയ കെട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ നല്ല ചീകി വൃത്തിയാക്കുകയാണ്. എന്നിട്ടാണ് ഞാൻ മുടി കെട്ടാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഞാൻ വെനസ്ഡേ ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് 2-3 ദിവസം കഴിഞ്ഞിട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും കൂടെ കുറച്ച് വീഡിയോസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ഗുരുവായൂർ ഉത്സവം ഇന്നാണ്. അപ്പോൾ അതിൻ്റെ തലേദിവസത്തെ തലേദിവസം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളും പള്ളിവേട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഈ വീഡിയോ ഞാൻ കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പം മുടിയൊക്കെ ചീകി കഴിഞ്ഞു. ഇനി മുഖത്ത് ഞാൻ ക്രീം തേക്കാറുണ്ട്. പിന്നെ എൻ്റെ സൺസ്ക്രീൻ തേക്കാറുണ്ട്. അത് തീർന്നു. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ ഞാൻ ഇടുന്നില്ല. സൺസ്ക്രീൻ എത്രയും വേഗം തന്നെ വാങ്ങണം, അല്ലെങ്കിൽ ഞാൻ ടാൻ അടിച്ചൊരു വിധാവട്ടെ. ബസ്സിലൊക്കെ പോകുന്നത് നല്ലോണം ടാൻ അടിക്കും. കൈയും കാലമൊക്കെ ഫുൾ ടാനാണ്. അതിനിപ്പോൾ കളയാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അത് വെക്കേഷനിൽ എന്തെങ്കിലും ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ മുടി പോണിട്ടയിലാണ് കെട്ടിയത്. ഈ യൂണിഫോം ഇടുന്ന ദിവസം മുടി 2 സൈഡ് കെട്ടണമെന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പോണിട്ടയിലാണ് കെട്ടിയത്. ഫ്രണ്ടിൽ നിന്ന് മുടി ഇടില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ വെറുതെ ഇടും. എന്നിട്ട് അത് ഞാൻ ചെവിയുടെ ബാക്കിലേക്ക് ആക്കുകയാണ് ചെയ്യുക. കണ്ടോ, ഞാനത് പുറത്തേക്ക് ഇങ്ങനെ വലിച്ചിടാറില്ല. ഒരു ഫിനിഷിങ്ങിന് വേണ്ടി, വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇടുന്നതാണ്. അപ്പോൾ മുടിയും തന്നെ കുറച്ച് നേരം തന്നെ ഞാൻ നിൽക്കൂട്ടോ. അത് അല്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ പോണിട്ടയിൽ കെട്ടിക്കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഐലൈനർ എഴുതാൻ വേണ്ടി നിൽക്കുകയാണ്. ഐലൈനർ എഴുതണോ വേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനായിരുന്നു. പിന്നെ ഏതായാലും എഴുതാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൈസ്, നമ്മുടെ മിഴികളൊക്കെ എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് അത്തർ പൂശാം. എൻ്റെ പുതിയ അത്തറായിരുന്നു, കുറച്ചായി വാങ്ങിയിട്ട്. ഇത് ഞാൻ ഉപയോഗിക്കാറൊന്നും സ്കൂളിൽ പോകുമ്പോൾ അത്തർ അല്ലെങ്കിൽ സ്പ്രേ ഷുവറായിട്ട് ഞാൻ അടിക്കാറുണ്ട് ഗൈസ്. അപ്പോൾ അത്തർ കയ്യിൽ നല്ലോണം ഇട്ട് പരത്തിയതിന് ശേഷം നമ്മളെ ചെവിയുടെ 2 സൈഡിലെ ബാക്കിലും മെയിലും ഒക്കെ അവിടെ ഇവിടെയൊക്കെ ഞാൻ തേച്ച് വയ്ക്കും. കാരണം നല്ല മണമാണ് കേട്ടോ. നല്ല ലോങ് ലാസ്റ്റിംഗും ആണ്, നല്ല മണമാണ്. അപ്പോൾ ഇതിങ്ങനെ മണത്ത് ഞാനിരിക്കും. അതുകൊണ്ട് കയ്യിലൊക്കെ ഞാൻ തേച്ച് വെച്ചിട്ടുണ്ട്. സ്കൂൾ വിട്ട് വരണ വരെയും മണം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ പാൻറ്റമിക്ക് പോയി തേക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. പാൻറ്റമിക് ഞാൻ കുറച്ച് പോയി തേച്ചു. അപ്പോൾ അങ്ങനെ ഗൈസ്, നമ്മൾ സ്പ്രേ അല്ല, അത്തർ അടിച്ചു കഴിഞ്ഞു. അത്തർ ശരിക്കും എനിക്ക് ഇഷ്ടമല്ല ഉപയോഗിക്കാൻ, പക്ഷെ നല്ല മണമുള്ള അത്തറാണ് ഞാൻ ഉപയോഗിച്ചത്. അത് കഴിഞ്ഞിട്ട് വെള്ളം ഞാൻ കുടിച്ചാണ്. അപ്പോൾ അതാണ് എക്സ്പ്രഷൻ ഇടുന്നത്. ഫുഡ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ബാഗിൽ ടിഫിൻ ബോക്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് വെച്ചു ആൻഡ് ഞാൻ പോവാണ് ഗൈസ്. അച്ഛനല്ല, ഉണ്ണികളുടെ ഓട്ടോറിക്ഷയിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അവർ ലീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ഉണ്ണിയുടെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പ്രാവുകൾ അവിടെ അരികൾ കൊത്തി തിന്നുന്നു. അത് കഴിഞ്ഞ് വന്നിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ. കണ്ടോ, ഞാൻ റെഡി ആയിട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് ഗുരുവായൂർ. അപ്പോൾ ഒരു കുർത്തയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, ഒരു ഗ്രീൻ കുർത്ത. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അതും അതിൻ്റെ ഒരു പലാസോ അല്ല, അതിനെന്തോ പറയുമോ പാൻറ്റിന്, അതും ഞാനിട്ടു. ആൻഡ് ഇങ്ങനെയാണ് എൻ്റെ മുഖത്തെ ലുക്ക് വരുന്നത് ഗായ്സ്. ഞാൻ ഇത്ര ഗൗരവത്തോടെ ഇരിക്കണമെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ബായൊക്കെ പറഞ്ഞു നമ്മളവിടെ എത്തി. അവിടെ പാർക്കിങ്ങിന് പോയെടുക്കായിരുന്നു. അച്ഛൻ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയെടുക്കായിരുന്നു. അപ്പോൾ ഞെറിസ് എന്തോ പാട്ട് പാടണമെന്ന്. അപ്പോൾ ഞാൻ ഫ്ലാഷ് ഓൺ ആക്കിയിട്ട് വീഡിയോ എടുത്താണ് കേട്ടോ. എന്തോ പാട്ട് ഇതാക്കുന്നുണ്ട്. അതിനെന്തോ ഞാൻ പറയാം, അങ്ങനത്തെ സംഭവമാണ്, എനിക്ക് ഓർമ്മയില്ല. എന്നിട്ട് കിണിക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കിണിയാൻ ബാക്കിൽ ഇതുകൊണ്ട് ഇത് സൈഡിൽ നീലുണ്ട് കേട്ടോ. ജെർസിൻ്റെ കൈ പൊട്ടിയിരിക്കുകയാണ്. പൊട്ടിയ മീൻസ് കൈ ഡോറിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട്, ബാത്റൂം അടച്ചായിരുന്നു. അപ്പോൾ ഡോറിൻ്റെ ഇടയിൽ കുടുങ്ങിയിട്ട് അവിടെ നല്ലോണം പൊട്ടി. അപ്പോൾ അതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഡോക്ടറെ കാണിച്ചിട്ടായിരുന്നു. അപ്പോൾ ഇവിടെ വലിയ കുഴപ്പമൊന്നും ഉണ്ടാകുന്നില്ല. ഉള്ളിലേക്ക് കയറിയപ്പോൾ പിന്നെ പറയണ്ടല്ലോ. അല്ലെങ്കിലും ഗുരുവായൂരമ്പലം എപ്പോഴും തിരക്കാം. ഇന്ന് ഒന്നുകൂടെ നല്ല തിരക്കുണ്ടായിരുന്നു, ഉത്സവമൊക്കെ അല്ലേ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. അമ്മ എടുത്ത് തോന്നുന്നു ഈ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഏതൊരു റിലേറ്റീവിനെ കണ്ടപ്പോൾ അവിടെ നിന്ന് സംസാരിക്കുമായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബർ കുട്ടീനെ ഞാൻ കണ്ടു ഗായ്സ്. അപ്പം ആളായിട്ട് സംസാരിച്ചു. അവൾ ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൽഫി ഒക്കെ എടുത്ത് ഞാൻ പേരൊക്കെ ചോദിച്ചിട്ട് പോയതാണ്, തറ്റമ്മ പോയൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ് നഴ്സിന് നീലുണ്ടി ഫ്രണ്ടിനെ കണ്ടു, അനാമിക്കാനെ.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ആനേനെ കണ്ടപ്പോൾ നിങ്ങൾ ഒറിജിനലായിട്ടുള്ള ആനേനെ പോലെ തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ഒറിജിനലല്ല. ഞങ്ങൾ ഒറിജിനലാണെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് ഒറിജിനലല്ല. അതിൻ്റെ കണ്ണിൽ നിന്ന് വരെ വെള്ളം വരുന്നുണ്ട്. പക്ഷേ ഇത് ഒറിജിനൽ ആനയല്ല, ഒരു സ്റ്റാച്ചു ആണ്. ഭയങ്കര ഒറിജിനാലിറ്റി വെച്ച് ഭയങ്കര ഒറിജിനാലിറ്റി ആയിരുന്നു. ദൂരത്തുനിന്ന് കാണുമ്പോൾ അടുത്തുനിന്ന് കാണുമ്പോൾ അങ്ങനെ തന്നെ. അതിന് തൊട്ടാലാണ് അത് എന്താ പറയുക ഒറിജിനൽ ആനയല്ല എന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ. അത്ര ഒറിജിനാലിറ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് തിരക്കെന്ന് വെച്ചാൽ തിരക്കോട് തിരക്കായിരുന്നു. പ്രത്യേകിച്ച് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഇതിപ്പോൾ അതേ പള്ളിവേട്ട ഓരോന്നോരോന്ന് വന്നുകൊണ്ടിരിക്കണം. അവിടെ ഒരു മയിലിനെ കാണാം, അപ്പുറത്ത് ഒരു പുലിയോ കടുവയോ എന്തോ ഉണ്ട്. അപ്പം അങ്ങനെ അധികം കാണാനൊന്നും പറ്റില്ല, അമ്മാതിരി തിരക്കായതുകൊണ്ട്. അപ്പം നമ്മളിത് തിരിച്ച് പോവുകയാണ് ഗൈസ്. നല്ല ഭംഗിയുണ്ട് ഗുരുവായൂർ അമ്പലം കാണാൻ വേണ്ടിയിട്ട്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും നീലും ഇതേ ഫ്രണ്ടിൽ പോകുന്നുണ്ട്, മേമി ഋതു ഇതേ അച്ഛൻ്റെ കൂടെ നഴ്സും. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇത് എന്തിനാണ് മുന്നിൽ നമ്മളിത് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ, നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഫ്രണ്ടിൽ നമ്മുടെ ശ്രീവത്സം ഓഫീസില്ലേ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഈ ഒരു ഹോട്ടലുണ്ട്. ഇതിൻ്റെ പേര് ശ്രീവത്സം എന്നാണ് തോന്നുന്നത്, എനിക്കറിയില്ല. അപ്പോൾ അവിടെ ഉത്സവമൊക്കെ ആയിട്ട് ഇങ്ങനെ വലിയൊരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. നമ്മളെ കേശവൻ്റെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടില്ല ആനയുടെ. അപ്പോൾ അവിടെയായിട്ട് നടുവിൽ ഈ രാമനെ വെച്ചിട്ടുണ്ട്. അതും ഇങ്ങനെ കിടന്ന് ജീവനോടെ ചലിക്കുന്നു ഗൈസ്. അതിനിങ്ങനെ കിടന്ന് ഇളകുന്നുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ മൊത്തം കാണാൻ ഇവിടെയാണ് മരപ്രഭു ഒക്കെ ഉള്ളത്. അപ്പോൾ ഞങ്ങളെല്ലാവരും ജസ്റ്റ് അതൊന്ന് കാണാൻ വേണ്ടി പോയി. എന്ത് ഫോട്ടോ ഒക്കെ എടുത്തു തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല, അടുത്തുണ്ട് തോന്നുന്നു. പിന്നെന്താ, എനിക്ക് ശരിക്കും വയ്യ കേട്ടോ, കുറച്ച് എൻ്റെ വായിൽ കുരുവൊക്കെ ആയിട്ട്. സോ അതാണ് ഗൈസ് ഞാൻ ഇന്ന്. ഹലോ ഗൈസ്, സുഖമാണെന്ന് വിചാരിക്കുന്നു. ആ വീഡിയോയുടെ ബാക്കിയാണിത്. ഞങ്ങൾ ഇന്നലെ ആയിരുന്നു പള്ളിവേട്ട കാണാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണിത്. പിന്നെ എൻ്റെ എക്സാമൊക്കെ തുടങ്ങാൻ പോവാണ് ഗൈസ്. മാർച്ച് 6 കമ്പ്യൂട്ടർ, പിന്നെ 13 മുതൽ നമ്മളെ നോർമലായിട്ടുള്ള സബ്ജക്റ്റുകൾ തുടങ്ങും. അയ്യോ, അങ്ങനെ എക്സാമായി. ഫൈനൽ എക്സാം ആണ് കേട്ടോ, 9th ഫൈനൽ എക്സാം. ഇനി അത് കഴിഞ്ഞ് നമുക്ക് റിസൾട്ട് കിട്ടിയ ദിവസത്തിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മൾ പാസ്സായിട്ടുണ്ടെങ്കിൽ 10th പോകും, പാസ്സായില്ലെങ്കിൽ 9th എടുക്കാം. അപ്പം അങ്ങനെയാണ്. എൻ്റെ കാര്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞത്, ഞാൻ പൊതുവേ പറഞ്ഞതാണ്. അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പാസ്സായി കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മുതൽ 10th ക്ലാസ് തുടങ്ങും. നമുക്ക് വെക്കേഷനായിട്ട് ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ, ക്ലിയർ ആയിട്ട് 1 മാസം ഉണ്ടോ തോന്നുന്നു. പിന്നെന്താ, പിന്നെ ഏപ്രിൽ 1 കുറച്ച് ദിവസങ്ങളുണ്ട് ക്ലാസ് 10th പോർഷൻസ് നീങ്ങണ്ടേ. അപ്പോൾ അതുകൊണ്ടാവാം. പിന്നെ ഇനി ഉണ്ടോ എനിക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല. ഉള്ള ന്യൂസൊക്കെ ഇത്രയൊക്കെയാണ്. പിന്നെ എന്തൊക്കെയായിരുന്നു, അപ്പോൾ വിളക്കൊക്കെ വെച്ചിട്ടിരിക്കുകയുണ്ട്, അതാണ് ഭസ്മൊക്കെ ഇട്ടിട്ട് ഉള്ളത്. ഇന്നാണ് കേസ് നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലത്തെ ഉത്സവം. പോകണ്ടോയെന്ന് അറിയില്ല കേട്ടോ, കാണാനെങ്ങാനും അറിയില്ല. ഇന്നലെ പെട്ടെന്ന് പ്രതീക്ഷിക്കാണ്ട് പോയതായിരുന്നു, ഇന്ന് പോകണ്ടോയെന്ന് അറിയില്ല. അപ്പം അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നില്ല. വോയിസ് ഓവർ ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. വായുടെ ഇവിടെ ചുണ്ടിൻ്റെ ഈ സൈഡിലായിട്ടും ഒരു കുരു വന്നിട്ടുണ്ട്. ഭയങ്കര വേദന വെച്ചാൽ ഭയങ്കര വേദന. അത് വിറ്റാമിൻ്റെ കുറവെന്തോ ആണ്, എനിക്കറിയില്ല. എന്നോ ഒരു ദിവസം ഞാൻ ഡോക്ടറെ കാണിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഡോക്ടറെ അടുത്ത് പോകണമെന്ന് വിചാരിച്ചു, പക്ഷെ പോകാൻ പറ്റിയില്ല. അപ്പോൾ നല്ല വേദന ഉണ്ട്. എരിവുള്ളൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര വേദന എടുക്കും. പിന്നെ നമ്മൾ രാവിലെ പല്ല് വയ്ക്കുമ്പോൾ ആ ബ്രഷിൻ്റെ ബ്രിസിൽസില്ലേ, അത് കൊള്ളുക, ഇതും ജീവൻ പോകും ഗൈസ്, നല്ല വേദനയാവും. അപ്പോൾ എന്താ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ നോക്കിയതാ. പിന്നെ എന്താ ഞാൻ ഉറക്കം വരുന്നില്ല കേട്ടോ. പിന്നെന്താ, ഇനിയിപ്പം ഇന്ന് എത്രാം തീയതി, ഫെബ്രുവരി 29 അല്ലേ, അല്ല ഇന്ന് മാർച്ച് 1 ഇനിയിപ്പോൾ നാളെ ക്ലാസ്സില്ല, മറ്റന്നാൾ ക്ലാസ്സില്ല. ഇനിയിപ്പോൾ 6 തീയതിയാണ് ഞങ്ങൾക്ക് ക്ലാസ് ഉള്ളത്. ഒരു 4-5 ദിവസം ഞങ്ങൾക്ക് സ്റ്റഡി ലീവ് പോലെയാണ്. പിന്നെ ഇപ്പോൾ സ്കൂളിൽ 10th എക്സാം നടന്നുകൊണ്ടിരിക്കാം. അപ്പോൾ അതുകൊണ്ട് വേറെ സ്കൂളിൽ നിന്നൊക്കെ സ്റ്റുഡൻസ് വരുമല്ലോ. അപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്കും അവധിയാവും ആ ദിവസങ്ങൾ. അപ്പോൾ ഈ ഒരു 4-5 ദിവസം കിട്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ച് ദിവസം മുമ്പ് ഒരാഴ്ച ഏകദേശം കിട്ടിയിട്ടുണ്ടായിരുന്നു, ഒരു 6-5 ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിലൊക്കെ പഠിച്ച് നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം ഗായ്സ്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഭയങ്കരമായിട്ട് ആ ദിവസം മൊത്തം ഇരുന്ന് പഠിക്കാൻ, പക്ഷെ തീരെ നടക്കാറില്ല. പക്ഷേ മാക്സിമം ട്രൈ ചെയ്യാറുണ്ട്, ഇല്ല പറയില്ല കേട്ടോ. കഴിഞ്ഞ എക്സാം എഴുതിയതിന് ശേഷം ഞാൻ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിമ്പിളായിരുന്നു, എനിക്ക് ഇത്ര മാർക്ക് എബോവ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര എക്സ്പെക്റ്റേഷനൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ നോ എക്സ്പെക്റ്റേഷൻ ഗൈസ്. അന്നത്തെ പേപ്പർ കിട്ടിയതോടെ പിന്നെ ആ പരിപാടിയെ ഞാൻ നിർത്തി. എക്സ്പെക്റ്റേഷൻ ഇടലും ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻസ് ഒക്കെ നിർത്തി.
ഇത്ര ഞാൻ വിചാരിച്ചില്ല. മാത്സിലൊന്നും ഭയങ്കര കുറവായിരുന്നു എനിക്ക് ഫസ്റ്റ് ടേം. അപ്പോൾ സെക്കൻഡ് ടേമെങ്കിലും, അപ്പോൾ ഫസ്റ്റ് ടേം 9th ഇത്ര ടഫാവുന്ന തീരെ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതാണ് ഇത്രയും മാർക്ക് കുറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് എങ്ങനെയാണ് മോഡൽ ഉണ്ടാവുക എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് അത് വെച്ചിട്ട് നല്ലോണം ഇരുന്ന് പഠിക്കണം. കുത്തിയിരുന്നാൽ എന്തെങ്കിലുമൊക്കെ മാർക്ക് കിട്ടുള്ളൂ. കുറഞ്ഞ് 80 അപ്പോൾ 60യുടെ താഴെ പോവാതിരുന്നാൽ മതിയായിരുന്നു. താഴെ പോയാൽ പിന്നെ A1 A2 B1 B2 C1 ഒക്കെയാണ് ഉണ്ടാവുക. C1 C2 B2 ഒക്കെ ഉണ്ടാവുക. ഭയങ്കര മാർക്ക് കുറവായിട്ട് പോലെയാവും അത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മീൻസ് 8th കേട്ടോ, നല്ല മാർക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കണ്ടായിരുന്ന കുറേ പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, വൗ വിസ്മയ ഇമ്പ്രൂവ്ഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ സെറ്റാവുന്നില്ല. പക്ഷേ ഇപ്രാവശ്യം ഞാൻ നല്ലോണം പഠിക്കണം എന്നാണ് എൻ്റെ ഒരു നിഗമനം. പഠിക്കണം. അതുകൊണ്ട് തന്നെ മാസത്തിലധികം വീഡിയോസ് ഉണ്ടാവില്ല. എന്തായാലും വീഡിയോസ് കുറവ് തന്നെയായിരിക്കും. വീഡിയോസ് ഇട്ടാൽ നമുക്ക് കാര്യമില്ല, കാരണം എല്ലാവർക്കും എക്സാമിൻ്റെ സമയം മറിച്ചു. അപ്പോൾ അതുകൊണ്ട് ആരും അങ്ങനെ ഫോണൊന്നും യൂസ് ചെയ്യില്ല, കുറവല്ലേ. പിന്നെ വീഡിയോസ് വെറുതെ ഇട്ടിട്ട് എന്താ കാര്യം. അപ്പോൾ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ ഇടാം കേട്ടോ. അത് ഇക്കൊല്ലം എത്രത്തോളം ഇടാൻ പറ്റുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഇതൊക്കെ 10th ആണ്. എത്ര വേഗം ഞാൻ 10th ക്ലാസ് എത്തിയത്. അത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നില്ലേ 6th 7th ഒക്കെ. അതാണ് പെട്ടെന്ന് 10th ക്ലാസ് എത്തിയ പോലെ തോന്നുന്നത്. അല്ല 6th 7th ഒക്കെ ഓഫ്ലൈൻ ആയിരുന്നു എങ്കിൽ ഇത്ര വേഗം 10th ക്ലാസ് എത്തിയെന്ന് തോന്നില്ല. പക്ഷെ ഇപ്പോൾ ഭയങ്കര വേഗം ഫാസ്റ്റായിട്ട് ഇയേഴ്സ് ചേഞ്ച് ആവുന്ന പോലെ, നീങ്ങുന്ന പോലെ തോന്നുന്നുണ്ട്. ചേഞ്ച് ആവില്ല. അപ്പോൾ ഇത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ. കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ്. പിന്നെ ഷോർട്ട് വീഡിയോ ഇടാൻ ചാൻസ് ഉണ്ട്. അതിപ്പോൾ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ഷോർട്ട് വീഡിയോ ഇടാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ അടുത്ത വീഡിയോ കാണാം.